നമ്മളിനി നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിനകത്ത് നമ്മൾ പറയുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിനെ പറ്റിയിട്ടാണ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കളക്ഷൻ ഓഫ് 4 ടപ്പിൾസ് ആണ്. G = VTPS. ഈ VTPSനകത്ത് V എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ നോൺ ടെർമിനൽസും, T എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ടെർമിനൽസും, S എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സിമ്പലും, P എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ റൂളുമാണ്. ഇവിടെ ഈ നമ്മുടെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചിരുന്ന ഗ്രാമറിനകത്തെല്ലാം എന്താണ് LHSനകത്ത് ഒരു നോൺ ടെർമിനൽ മാത്രമേ വരാവൂന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് LHSൽ നമുക്ക് ഒരു നോൺ ടെർമിനലും ഒരു ടെർമിനലും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഏത് വേണമെങ്കിലും വരാം. അതാണ് ഇവിടെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിൻ്റെ വ്യത്യാസം. ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ α1 A α2 = α1 ബീറ്റ α2 എന്നാണെങ്കിൽ ഈ α1ഉം α2 എന്നും പറയുന്നത് empty ആവാം. പക്ഷേ ഈ ബീറ്റ എന്ന് പറയുന്ന സംഭവം empty ആവാൻ പാടില്ല. ആ ഒരു കണ്ടീഷനുണ്ട് ഈ പ്രൊഡക്ഷനകത്ത്. പിന്നെ CSG എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനേക്കാളും കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറാണ് കൂടുതൽ പവർഫുൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില ലാംഗ്വേജ് നമുക്ക് CSGക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ലാംഗ്വേജസ് നമുക്ക് CFGക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CSGയിലെ ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ ദിസ് ഗ്രാമർ ആർ റെക്കഗ്നൈസ്ഡ് ബൈ എ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. അതായത് ഈ നമ്മൾ ഈ ഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിന് നമ്മൾ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ യൂസ് ചെയ്തിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിന്നെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ് അടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CSG ഡിഫൈൻ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് CSL. ഈ CSLൻ്റെ പ്രോപ്പർട്ടീസാണ് അടുത്തത് നോക്കുന്നത്. CSLനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് യൂണിയൻ. അതായത് L1 L2 ഒരു CSL ആണെങ്കിൽ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണെങ്കിൽ L1 യൂണിയൻ L2 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന അതിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും? ഒരു കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആയിരിക്കും. രണ്ടാമത്തേതാണ് കോൺകാറ്റിനേഷൻ. L1ഉം L2ഉം CSL ആണെങ്കിൽ L1 കോൺകാറ്റിനേറ്റ് വിത്ത് L2 ഈസ് ഓൾസോ എ CSL. അതും രണ്ടും കോൺകാറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു CSL ആയിരിക്കും. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. L1ഉം L2ഉം ഒരു CSL ആണെങ്കിൽ L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് പറയുന്നതും എന്തായിരിക്കും? CSL ആയിരിക്കും. പിന്നെ നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആണ്. L1 എന്ന് പറയുന്ന ലാംഗ്വേജ് CSL ആണെങ്കിൽ L1ൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ L1 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും ഒരു CSL ആയിരിക്കും. അതാണ് നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി. പിന്നെ ഇത്രയാണ് നമ്മൾ CSLനെ പറ്റിയും CSGനെ പറ്റിയും പറയുന്നത്. ഇനി അതിനുശേഷം നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ആണിത്. Consider the following CSG, which is what is the language generated by this grammar. നമുക്കൊരു CSG തന്നിട്ടുണ്ട്. അപ്പം ഈ CSG ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാമറിനെയാണ് നമ്മുടെ ഈ CSG ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജിനെയാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്ഷൻ ഇങ്ങനെയാണ്: S → ATB/AB, AT → AATB/AC. അപ്പം നമ്മൾ ആദ്യമേ എന്താ ചെയ്യുക? ഫസ്റ്റ് പ്രൊഡക്ഷനായിട്ടുള്ള S → ATB നമ്മൾ എടുക്കും. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് S അല്ലേ, അതുകൊണ്ട് S → ATB ഞാൻ എടുത്തു. എന്നിട്ട് ആ ATക്ക് പകരം നമ്മുടെ ഈ ഇക്വേഷനകത്ത് കൊടുത്തിട്ടുള്ളല്ലോ AT → AATB ഉണ്ട്, AC ഉണ്ട്. ആ AC എടുത്ത് ഞാൻ ATക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ നോൺ ടെർമിനൽ അവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ വരും, S → ACB എന്ന് പറഞ്ഞ് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആ S → ACBനെ എടുത്ത് സൈഡിലോട്ട് എഴുതി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. അതിനുശേഷം രണ്ടാമതും ഞാൻ S → ATB എടുക്കും. എന്നിട്ട് ATക്ക് പകരം ഞാനിവിടെ AC അല്ല എടുക്കുന്നത്, ATക്ക് പകരം ഞാനിവിടെ എന്താ എടുക്കുന്നത്? AATB എടുക്കും. അപ്പോൾ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, AATB എന്ന് പറഞ്ഞ് ഇക്വേഷൻ വരും. എന്നിട്ട് അതിനകത്ത് അടുത്ത് കിടക്കുന്ന ATക്ക് ഞാൻ എന്താ ചെയ്യുക? AC എന്ന് പറഞ്ഞ് വാല്യൂ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? S → AACBB എന്ന് പറഞ്ഞ് ഇക്വേഷൻ കിട്ടും. അതെടുത്ത് ഞാനിങ്ങനെ മാറ്റി എഴുതും. അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ വീണ്ടും S എടുക്കും. S → ATB എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുക? ATക്ക് പകരം AATB കൊടുക്കും. എന്നിട്ട് വീണ്ടും അതിനകത്ത് സെൻറ്ററിൽ വന്ന ATക്ക് പകരം ഞാൻ എന്താ കൊടുക്കും? AATB കൊടുക്കും. എന്നിട്ട് ഞാൻ അതിനുശേഷം എന്ത് ചെയ്യും? ആ സെൻറ്ററിൽ കിടക്കുന്ന ATക്ക് പകരം ഞാൻ AC കൊടുക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും,
AAC BBB അങ്ങനെ പറഞ്ഞിട്ട് വരും. അതെടുത്ത് ഞാൻ സൈഡിലോട്ട് എഴുതും. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതിയ 3 ഇക്വേഷൻസും നോക്കും. ഞാനിപ്പോൾ 3 ജനറേറ്റ് ചെയ്തില്ലേ. S tends to ACB, S tends to AACBB, S tends to AAACBB. അപ്പോൾ ഈ 3 നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, സെൻട്രലൊരു C ഉണ്ട്. എല്ലാത്തിനും കോമൺ ആയിട്ട് സെൻട്രലൊരു C ഉണ്ട്. അതിനുശേഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും എയും ബിയും ഉണ്ട്. ഈ എയും ബിയും എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ നമ്പേഴ്സ് തമ്മിൽ ഈക്വലാണ്. ഫസ്റ്റ് പ്രൊഡക്ഷനകത്ത് ഒരു എയും ഒരു ബിയും, രണ്ടാമത്തെ പ്രൊഡക്ഷനിൽ 2 എയും 2 ബിയും, മൂന്നാമത്തെ പ്രൊഡക്ഷനിൽ 3 എയും 3 ബിയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എയുടെ നമ്പറും ബിയുടെ നമ്പറും ഈക്വലാണ്. പിന്നെ സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് നടുക്കുണ്ട്. ഫസ്റ്റിലെ എ വരും, നടുക്ക് സി വരും, ലാസ്റ്റിലെ ബി വരും. അപ്പോൾ ACB, എയുടെ നമ്പറും ബിയുടെ നമ്പറും ഈക്വലാണ്. അപ്പോൾ എന്ത് വരും, A⁻n B⁻n വരും. അത് A⁻n B⁻n കൊടുക്കുന്നത് എന്തിനാണ്, എ എന്നൊക്കെ പറഞ്ഞിട്ട് എയുടെ കൗണ്ടും ബിയുടെ കൗണ്ടും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ A⁻n B⁻n രണ്ടിടത്തും സെയിം ആയിട്ട് n വന്ന എന്തുകൊണ്ടാണ്, രണ്ടിൻ്റെ നമ്പേഴ്സ് ഈക്വൽ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എങ്ങനെ വരും, L = A⁻n C B⁻n വേർ n greater than or equal to 1. അപ്പോൾ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരും, L = A⁻n C B⁻n വേർ n greater than or equal to 1. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാലൻസ് വേറൊരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞല്ല, ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് പറയുവാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിനെ പറ്റിയിട്ടാണ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ഗ്രാമറാണ്. അത് 4 ടപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രാമറിനേക്കാളും ഇത് വ്യത്യാസമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ LHSനകത്ത് നോൺ ടെർമിനൽസും ടെർമിനൽസും അതിൻ്റെ കോമ്പിനേഷൻസും വരും. അപ്പം ഈ പ്രൊഡക്ഷൻ നമുക്ക് ഒരു പ്രൊഡക്ഷൻസ് തന്നിരിക്കും. ആ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളെന്താണ് ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, യൂണിയൻ, കോൺകാറ്റിനേഷൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്, ഇതിത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിത്രയാണ് CSLൻ്റെ ഭാഗമായിട്ട് വരുന്നത്.